പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനം നല്ലതല്ല എന്ന് ഞാനല്ല പറയുന്നത്, കൂടെ ഇരിക്കുന്ന ബാലഗോപാലിനെ പോലെയുള്ള ആളുകൾ വരെ പറയുന്നു. ലോപ്പി എന്തെങ്കിലും ഒന്ന് പറ. അത് കേട്ടിട്ട് സ്പീക്കർക്ക് പോലും വിഷമായി. പിണറായി വിജയൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഗോവിന്ദന് സാക്ഷിയാണ്, കൂട്ടുപ്രതിയാണ്, ഉറപ്പാണ്. കാരണം ഈ പറഞ്ഞ പോലെ കന്നാസും കടലാസും പോലെ ഇയാൾ പറഞ്ഞ അതിനെ അയാൾ മറ്റു സപ്പോർട്ട് ചെയ്യും, ഇയാൾ പറഞ്ഞ അതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രൂപത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ തകർച്ച നേരിട്ടത് കഴിഞ്ഞ 10 വർഷമാണ്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ആളുകൾ മറന്നുപോയി. ഇടതുപക്ഷ രാഷ്ട്രീയം വികസനമാണ്, മൂലധനം കൊണ്ടുവരലാണ്, മറ്റേ നിക്ഷേപം കൊണ്ടുവരലാണ് എന്ന രൂപത്തിൽ ഞങ്ങളത് ചെയ്തു. ദേ വരുന്നു, വലിയ പദ്ധതികൾ വരുന്നു, വൻകിട പദ്ധതികൾ, തുരങ്കപ്പാത വരുന്നു, റെയിൽ വരുന്നു. ഇങ്ങനെ ഇതൊരു ഇടതുപക്ഷ അജണ്ട അല്ല എന്ന് പറഞ്ഞ ആളുകൾ. പിണറായിയോളം ഇടതുപക്ഷ കമ്മിറ്റ്മെന്റ് ഒന്നും സതീശനില്ല. അല്ലെങ്കിൽ MSC കൊണ്ടുവരാൻ പിണറായിയാണ് ശ്രമിച്ചെങ്കിൽ സതീശൻ എന്തിനാ വേണ്ടെന്ന് പറയണേ? സതീശനിൽ നിന്ന് നമ്മളൊരു ഇടതുപക്ഷ അജണ്ട പ്രതീക്ഷിച്ചിട്ടില്ല, അല്പം ജനാധിപത്യം പ്രതീക്ഷിച്ചിട്ടുള്ളൂ. 10 വർഷം ഭരണപക്ഷത്തിരിക്കുന്നു, ഇപ്പൊ പ്രതിപക്ഷത്തേക്ക് വന്ന LDFന്റെ, എടുത്തു പറയേണ്ടത് CPMന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പല വിഷയങ്ങളും സഭയിലടക്കം കത്തിക്കാൻ കഴിയുമെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് വിഴിഞ്ഞം എടുത്താൽ അത് സഭയിലും പൊതുസമൂഹത്തിന് മുന്നിലും കത്തിക്കാവുന്ന വിഷയമാണെങ്കിൽ കൂടിയും എപ്പോ വേണമെങ്കിലും ഞങ്ങളെ തിരിഞ്ഞു കൊത്തുമെന്നുള്ള ഭയം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. CPIയും CPMും നല്ല സ്വരച്ചേർച്ചയിൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ പരാജയമുണ്ടായി, പ്രതിപക്ഷത്താണ്. എന്നിട്ടും CPMും CPIയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇപ്പൊ MV ഗോവിന്ദനും പിണറായി വിജയനും എപ്പോഴും ഒരുമിച്ചാണ്. വയനാട്ടിലടക്കം കന്നാസും കടലാസും പോലെ ഒരുമിച്ച് നടക്കുമ്പോഴും പാളയത്തിൽ പട എന്ന് പറയുന്ന രീതിക്ക്, പണ്ട് കോൺഗ്രസിലായിരുന്നു A മുതൽ Z വരെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത്, അതേ രീതിയിൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പുറത്താക്കാൻ വേണ്ടി ഒരു വിഭാഗം CPMന്റെ അകത്ത് തന്നെ രൂപപ്പെടുന്നു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്തായാലും CPM വലിയ പരാജയം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വലിയ പരാജയത്തിൽ നിന്ന് കരകയറാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും അത് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കാണുന്നത്. കാര്യങ്ങൾ അത്ര സുഖമല്ല. CPM തകരരുതെന്നും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിൽ പ്രതിപക്ഷത്ത് നിലനിൽക്കണമെന്നും ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിത് തുടങ്ങുന്നത്. CPM തകരരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെ. അതിന് വേറെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. CPM തകർന്നാൽ കേരളത്തിൽ വലിയ കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിന് CPMന്റെ വോട്ട് ബേസ് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള UDF അല്ല, BJP ആണ്. ഇപ്പൊ തന്നെ 3 അംഗങ്ങളുടെ പ്രതിപക്ഷമായി അവർ നിൽക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ CPM തകരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ട്, മുമ്പ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പരാജയം ഇപ്പോൾ 1977 ശേഷം ഇത്രയും വലിയ പരാജയം ഉണ്ടാകുന്ന ഇപ്പോഴാണ്. ഏതാണ്ട് 50 കൊല്ലത്തിനിടയിൽ ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ടില്ല. അത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഉണ്ടായ പരാജയം അവരെ ഞെട്ടിച്ചിട്ടുണ്ട്. കൂടുതൽ വോട്ട് ചെയ്തത് സ്വന്തം പാർട്ടിക്കാരാണ് എതിരായി വോട്ട് ചെയ്തത് എന്ന്, അതാണ് അവരെ കൂടുതൽ പ്രശ്നം. അല്ലെങ്കിൽ ഏതെങ്കിലും ധ്രുവീകരണം ഉണ്ടായി എന്നൊക്കെ നമുക്ക് വേണ്ടി വാദിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പയ്യന്നൂരോ തളിപ്പറമ്പോ തൃക്കരിപ്പൂരോ അമ്പലപ്പുഴയോ ഒക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ അവരെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല. അപ്പം ഇനി എങ്ങനെ മറികടക്കും? അതിനെ മറികടക്കുമ്പോൾ മാറ്റം വേണം. അപ്പം എന്ത് മാറ്റം വേണം എന്നുള്ളത് CPMൽ വലിയ ചർച്ചയാണ്. കുറേ ചർച്ച ചെയ്തു, ആളുകളുടെ അഭിപ്രായം എല്ലാവരും സ്വതന്ത്രമായിട്ട് പറയാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം എന്താ മാറ്റമൊന്നുമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടമായി ഒരു മാറ്റവുമില്ല. പിണറായി വിജയന് മുഖ്യമന്ത്രിയാവാനാണ് എക്സെപ്ഷൻ കൊടുത്തത്. പ്രതിപക്ഷ നേതാവാനാണ് എക്സെപ്ഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം സാധാരണ മനുഷ്യർ ചോദിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ ഉയർന്നിട്ടുള്ള വിഷയങ്ങൾ, ശൈലജ ടീച്ചറുടെയോ ശ്യാമളയുടെയോ PK ശ്യാമളയുടെയോ ഒക്കെ വിഷയങ്ങൾ, അത് ഓരോന്നായി ഇപ്പൊ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നം. 10 കൊല്ലത്തെ ഭരണത്തിന്റെ വിഷയങ്ങൾ, അതും തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുക. ഈ 10 കൊല്ലത്തെ ഭരണത്തിന്റെ വിഷയങ്ങൾ ഏറ്റവും തീക്ഷ്ണമായി കൊത്തുന്നതിന് ഒരു കാരണം എന്താണെന്നറിയാം? അന്നത്തെ മുഖ്യമന്ത്രിയാ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. ഇപ്പൊ പ്രശ്നം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശന് വളരെ എളുപ്പമാണ് നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്തത് ആണിത്, നിങ്ങളുടെ ഗവൺമെന്റാ തുടങ്ങിയത്, വിഴിഞ്ഞമാണെങ്കിലും അല്ലെങ്കിൽ മദ്യനയമാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ഏത് വിഷയം എടുത്താലും PM-ശ്രീ ആണെങ്കിലും നിങ്ങളുടെ ഗവൺമെന്റ് തുടങ്ങിയ സാധനമാണ് എന്ന് പറയുമ്പോൾ സതീശൻ പറയുന്ന പോലെ 4 പേരിൽ അവനുണ്ട് നേരെ നീട്ടുന്നൊരവസ്ഥയിലേക്ക് CPM എത്തുന്നു. രണ്ടാമത്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനം നല്ലതല്ല എന്ന് ഞാനല്ല പറയുന്നത്, കൂടെ ഇരിക്കുന്ന ബാലഗോപാലിനെ പോലെയുള്ള ആളുകൾ വരെ പറയുന്നു. ലോപ്പി എന്തെങ്കിലും ഒന്ന് പറ. അത് കേട്ടിട്ട് സ്പീക്കർക്ക് പോലും വിഷമായി. സ്പീക്കർ പറഞ്ഞു അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞാൽ
ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. പിണറായി വിജയനെ നേതൃത്വത്തിൽ ഇരുത്തിക്കൊണ്ട് ലെജിസ്ലേച്ചർ പാർട്ടിയും അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ രംഗവും ഗോവിന്ദനെ, ഇത് പിണറായി വിജയൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഗോവിന്ദന് സാക്ഷിയാണ്, കൂട്ടുപ്രതിയാണ്, ഉറപ്പാണ്. കാരണം ഈ പറഞ്ഞ പോലെ കന്നാസും കടലാസും പോലെ ഇയാൾ പറഞ്ഞ അതിനെ അയാൾ മറ്റു സപ്പോർട്ട് ചെയ്യും, ഇയാൾ പറഞ്ഞ അതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രൂപത്തിൽ ഏറ്റവും ഒടുവിൽ MA ബേബിയെ പോലെ ഒരാൾ പറഞ്ഞ അഭിപ്രായം പോലും രണ്ടുപേരും നിഷേധിച്ചു, മാറി ചേർന്നു. ഞങ്ങൾ മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ മാറണമെന്നല്ല, ഞങ്ങൾ മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാനും എൻ്റെ കിരിക്കാടൻ ജോസും കൂടി ചേർന്നാൽ ശക്തിയായി എന്ന് പറയുന്ന മാതിരിയുള്ള സംഗതിയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ CPM എങ്ങനെയാണ് മാറേണ്ടത്? സംഘടനാപരമായി CPM വലിയ വെല്ലുവിളിയുണ്ട്. CPM മാത്രമല്ല, CPI-ക്കും ഉണ്ട്. CPI CPM എന്നുള്ള ബന്ധത്തിലുണ്ട്. ഭൂമ നേതാവ് വേണോ എന്നുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട് CPI-ക്കാർ ചിലരെങ്കിലും. അതുകൊണ്ട് തന്നെ പരാജയം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴും ഒരു പാർലമെന്ററി പാർട്ടി യോഗം കൂടാൻ പറ്റുന്നില്ല LDF-ന്. LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇതുവരെ കൂടിയിട്ടില്ല. വിലയിരുത്തണ്ടേ? അങ്ങനെ ഓരോ കക്ഷിയും വിലയിരുത്തൽ കഴിഞ്ഞിട്ടില്ല. CPI-യുടെ വിലയിരുത്തലുകൾ ഇങ്ങനെ ദിവസവും പത്രത്തിൽ വരുന്നു, CPM-ന്റെ വിലയിരുത്തൽ വരുന്നു, റിപ്പോർട്ട് കൊടുത്തു പാർലമെന്റ് പോളിറ്റ് ബ്യൂറോ തള്ളി, സെൻട്രൽ കമ്മിറ്റിയിൽ വീണ്ടും വയ്ക്കാൻ പറ്റും, അങ്ങനെയുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ കേരളത്തിൽ നേതാക്കന്മാരായിരിക്കുകയും 3ാമത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കേരളത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് പാർട്ടി ദുരവസ്ഥയിലെത്തുന്നത്. അവിടെയാണ് നമ്മളത് കാണേണ്ടത്. ഇത് കറക്റ്റ് ചെയ്യാൻ CPM-ന് കഴിയേണ്ടതാണ്. ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി നാളെ തെരുവിൽ ഇറങ്ങാൻ പറഞ്ഞാൽ എത്ര പേർ കേരളത്തിൽ ഇറങ്ങുന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ED വിഷയത്തിൽ വന്നതോടുകൂടി വന്നവരൊക്കെ പെട്ടുപോയി. ഇനിയിപ്പോൾ പിണറായി വിജയന് വേണ്ടി അങ്ങനെ ജനക്കൂട്ടം ഇറങ്ങുമോ? ഇപ്പോഴും പിണറായി തന്നെയാണ് ഞങ്ങളുടെ നേതാവ് എന്നൊക്കെ പറയുമ്പോഴും അതിലൊരു വേറൊരു അർത്ഥം കൂടി ഉണ്ട്. പിണറായി അല്ലാതെ ഞങ്ങൾക്ക് ഒരു നേതാവില്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൽ 4 മുഖ്യമന്ത്രി 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്, തെറ്റൊന്നുമില്ല അതിൽ. ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയേ ഉള്ളൂ, വേറെ ആരും മുഖ്യമന്ത്രിയായ യോഗ്യരില്ല പാർട്ടി. ഇത് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് വെച്ചാൽ പഴയ കഥയാണ്. അതിൽ നിന്ന് മാറാൻ CPM-ന് കഴിയുമോ? ഒന്നാമത്തെ കാര്യം. മാറിയാൽ ഒരുപക്ഷെ ഈ വരുന്ന ആക്രമണങ്ങൾ പലതും നേരിടാൻ പുതിയ ആൾക്ക് പറ്റിയെന്ന് വരും. ഞാനിപ്പോൾ ബാലഗോപാൽ പറ്റുമോ അല്ലെങ്കിൽ സജി ചെറിയാൻ പറ്റുമോ? ഇവരൊക്കെ കുഴപ്പമാണ്. ബാലഗോപാലോ സജി ചെറിയാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാലും ഇവരൊക്കെ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നവരാണ്. മാത്രമല്ല ഇവരൊന്നും തന്നെ കൺവിൻസിങ് ആയി മറുപടി പറയുന്നവരുമല്ല. ബാലഗോപാലാണെങ്കിൽ വളരെ സ്ലോയാണ്, വളരെ താത്വികമാണ്. പിന്നെ സജി ചെറിയാനാണെങ്കിൽ പറഞ്ഞാൽ അബദ്ധമായിരിക്കും. പറഞ്ഞാൽ നിയമസഭയിലെ ആൾ വർത്താനം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ കുറെ ആൾക്ക് മംഗത്തം വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അമ്മാരി വർത്താനം പറയാം. അപ്പൊ ആളില്ല എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. പക്ഷെ പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെയല്ലല്ലോ. പാർട്ടി സെക്രട്ടറിക്ക് മാറിക്കൂടെ? അപ്പോ ഇതിനു മുമ്പ് ഇങ്ങനെ പരാജയപ്പെട്ട സമയത്തൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കോൺഗ്രസിൽ അങ്ങനെ നിർബന്ധമാണ്. ആന്റണി പരാജയപ്പെട്ടപ്പോൾ ആന്റണി മാറി. ഉമ്മൻചാണ്ടി പരാജയപ്പെട്ട അദ്ദേഹം മാറി രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചു. രമേശ് ചെന്നിത്തലയൊക്കെ ഭരണം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് രമേശ് ചെന്നിത്തല സതീശനെ ഏൽപ്പിച്ചു. സ്വാഭാവികം. നാളെ മുഖ്യമന്ത്രി എന്നുള്ളവർക്ക് ഒരു പരാജയം വന്നാൽ സതീശൻ വേറെ ആളെ ഏൽപ്പിക്കും. അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമാണ്. എല്ലാ ജനാധിപത്യത്തിലും സംഭവിക്കുന്നതാണ്. ഇപ്പൊ വിദേശത്തും അങ്ങനെയല്ലേ. ഇപ്പൊ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മാറി, കാരണം അയാൾക്ക് പറഞ്ഞു എനിക്ക് ജയിക്കാൻ കഴിഞ്ഞാലും ഞാൻ മാറി, എനിക്ക് ജനങ്ങളുടെ പിന്തുണയില്ല. ഇതെല്ലാ സ്ഥലത്തും സംഭവിക്കും. പക്ഷെ CPM മാത്രം സംഭവിക്കില്ല. കാരണം CPM ജനാധിപത്യം അംഗീകരിച്ചിട്ടില്ല. ഞാൻ കാണുന്നൊരു പ്രശ്നം അതാണ്. ആഭ്യന്തര ജനാധിപത്യം അവർ അംഗീകരിച്ചിട്ടില്ല. ആ അംഗീകരിക്കാത്തിടത്തോളം അവർക്ക് പോകാൻ പറ്റില്ല. അത് സംഘടനാപരമായ അവരുടെ പരിമിതിയാണ്. അതുകൊണ്ടാണ് മറ്റൊരു നേതാവ് പോലും വരാതിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ കോൺഗ്രസിൽ ഒരു നേതാവ് 5 നേതാവുണ്ട്, അതിന്റെ താഴെ വന്നാൽ പിന്നെ 50 നേതാവുണ്ട്, അതിന്റെ താഴേക്ക് വരുമ്പോൾ 500 നേതാക്കന്മാരുണ്ട്. അങ്ങനെ നോക്കാൻ CPM-ൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല. ഇനി ആരെങ്കിലും ആക്കിയാൽ അത്ര പെട്ടെന്ന് വരില്ല. 3ാമത്തെ പ്രശ്നം ഒന്നുമല്ല, താത്വികമായൊരു പ്രശ്നം. അത് നമ്മൾ കാണാതെ പോരുത്. എന്ത് പുതിയ നിലപാടെടുത്ത് CPM മുമ്പോട്ട് പോകും? 10 കൊല്ലം ഭരിച്ചതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ മുമ്പോട്ട് പോണത്? 10 കൊല്ലം ഭരിച്ചതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും പറയുന്നത് എന്താ? 10 കൊല്ലം ചെയ്തതൊക്കെ ശരിയാണ്, ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന. ജനങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ല ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന്. കാരണം പിണറായി വിജയൻ അങ്ങനെ പറയാൻ പറ്റൂ? വേറൊരു നേതാവ് വന്ന് ഞങ്ങൾക്ക് ഇന്ന മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് പറയണ്ടേ? ഇപ്പോൾ ഞാൻ ഏറ്റവും ഒടുവിൽ വന്ന് നമ്മൾ ചർച്ച ചെയ്ത ഒരു ഉദാഹരണമുണ്ട്. ദേശാഭിമാനി പാർട്ടിയുടെ പത്രമാണ്. അതിൽ വരുന്ന വാർത്തകൾക്കൊക്കെ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്വരാജാണ് അതിൻ്റെ എഡിറ്റർ. സ്വരാജ് അറിവില്ലാത്ത ആളൊന്നുമല്ല. പുസ്തകം എഴുതാൻ നല്ല ഗംഭീരമായും അടിപൊളി പ്രസംഗം ചെയ്യുന്ന ആളാണ് എൻ്റെ എഡിറ്റർ.
ഇപ്പോൾ ജൂലൈ മാസത്തിൽ വന്ന വാർത്ത, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത, പാർട്ടി പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആ വാർത്ത എന്തായിരുന്നു? വിഴിഞ്ഞത്തേക്ക് വലിയ വിദേശ നിക്ഷേപം വരുന്നു, MSC കമ്പനി വരുന്നു, LDF ചെയ്ത് വെച്ചതിൻ്റെ തുടക്കമാണ്, LDFിൻ്റെ വിജയമാണ്. പിന്നെ പെട്ടെന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ മാറ്റി സതീശൻ അദാനിയെ കണ്ടതിന് ശേഷം കടൽ കൊള്ളയായി ഒറ്റ ദിവസം കൊണ്ട്. മുമ്പ് ഇതുപോലെ തന്നെ കടൽ കൊള്ള വികസനമായിട്ടുണ്ട് 2015-16. ഇത് വന്നപ്പോൾ ഇന്നലെ സതീശൻ കൊണ്ടുവന്ന പുതിയ പത്രം അതിൽ ബദ്ധാണ്. ജൂൺ 5 വന്ന പത്രമാണ്. ജൂൺ 5 വന്ന പത്രത്തിൽ വളരെ കൃത്യമായി MSC വരുന്നു, MSCക്ക് പോർട്ട് വരുന്നു, അവർ മുതൽ മുടക്കുന്നു, വിഴിഞ്ഞത്തിന്റെ വിജയമാണ്, LDFിന്റെ ദീർഘവീക്ഷണമാണ്. ഇത് ജൂൺ 5 എഴുതി. അപ്പൊ എന്ത് പറ്റുന്നു? ഈ പറഞ്ഞതുപോലെ ഓരോന്നോരോന്നായിട്ട് പൊളിയുന്നു. ദിവ്യാസ് അയ്യരെ മാറ്റിയിട്ടാണ് ഓഹരി വിൽക്കാൻ തീരുമാനിച്ചതെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ദിവ്യാസ് അയ്യര് ഇരിക്കുമ്പോൾ ഈ വാർത്ത വരുന്നു, ദേശാഭിമാനിൽ വരുന്നു. ഇനി അതും ദേശാഭിമാനി തെറ്റാന്ന് പറയും, ദേശാഭിമാനി അബദ്ധം പറ്റിയതാന്ന് പറയും. ഇനി അതിനു മുമ്പ് വിഴിഞ്ഞത്തെ പറ്റി ദേശാഭിമാനി കൊടുത്ത നല്ല വാർത്തകളുണ്ട്. ഇപ്പൊ കോൺക്ലേവിൽ പങ്കെടുത്തു, അതിനി മാറ്റാൻ പറ്റൂ. 2025 വികസന കോൺക്ലേവിൽ MSC പങ്കെടുത്തു. MSC പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ MSC ഇത്ര മോശപ്പെട്ട കമ്പനി, കുത്തക കമ്പനി. ഇപ്പൊ ഇന്നലെ രാജീവ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല, കുത്തകകൾ വരുന്നതിനെതിരായ രാജീവായതുകൊണ്ട് പിന്നെ പറഞ്ഞ ആൾക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ ബന്ധമില്ലാതെ വർത്താനം പറയാൻ അറിയാം, അത്രേ ഉള്ളൂ. അപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം CPM അതിന്റെ നയങ്ങളിൽ മാറ്റാൻ തയ്യാറുണ്ടോ? ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറ്റവും വലിയ തകർച്ച നേരിട്ടത് കഴിഞ്ഞ 10 വർഷം. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ആളുകൾ മറന്നുപോയി. ഇടതുപക്ഷ രാഷ്ട്രീയം വികസനമാണ്, മൂലധനം കൊണ്ടുവരലാണ്, നിക്ഷേപം കൊണ്ടുവരലാണ് എന്ന രൂപത്തിൽ ഞങ്ങളത് ചെയ്തു. ദേ വരുന്നു, വലിയ പദ്ധതികൾ വരുന്നു, വൻകിട പദ്ധതികൾ, തുരങ്കപ്പാത വരുന്നു, കേരളയിൽ വരുന്നു. ഇങ്ങനെ ഇതൊരു ഇടതുപക്ഷ അജണ്ട അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കുർലോസ് തിരുമേനി പറഞ്ഞ് ഇടത്തോട്ട് സിഗ്നലിട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുന്നു. നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് വലത്തോട്ട് വണ്ടി ഓടിക്കുന്നു. അതേ സംഭവമാണ് അവരെപ്പോൾ തിരിഞ്ഞു നോക്കുന്നത്. ഒന്നുകിൽ അവർ താത്വികമായി ഞങ്ങൾ ഈ നിലപാടല്ല, ഞങ്ങളുടെ നിലപാടിൽ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ട കാര്യം തന്നെ ഞങ്ങളൊന്നൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാശ് കിട്ടാൻ വേണ്ടി ചെയ്തു. കാശ് കിട്ടാൻ വേണ്ടി ചെയ്തെങ്കിൽ സതീശന് കാശ് കിട്ടാൻ വേണ്ടി ചെയ്തു, അത് തുറന്നാൽ പോരെ. പിണറായിയോളം ഇടതുപക്ഷ കമ്മിറ്റ്മെന്റ് ഒന്നും സതീശന് ഇല്ലല്ലോ. അല്ലെങ്കിൽ MSC കൊണ്ടുവരാൻ പിണറായിയാണ് ശ്രമിച്ചെങ്കിൽ സതീശൻ എന്തിനാ വേണ്ടെന്ന് പറയണേ? സതീശനിൽ നിന്ന് നമ്മളൊരു ഇടതുപക്ഷ അജണ്ട പ്രതീക്ഷിച്ചിട്ടില്ല, അല്പം ജനാധിപത്യം പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ഇടതുപക്ഷ അജണ്ട നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതല്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റും? ഇനി ഇടതുപക്ഷ അജണ്ട എന്ന് പറയാൻ കേരളത്തിന് എന്താ ഉള്ളത്? അപ്പൊ കേരളത്തിന് ഒരു ഇടതുപക്ഷ അജണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ CPMഉം LDFും അതിൻ്റെ അജണ്ടയിൽ മാറ്റം വരുത്തി തങ്ങൾ ചെയ്ത് തെറ്റാണ്, ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞ് അവരുടെ പുതിയ നയങ്ങൾ പ്രഖ്യാപിച്ച് ആ നയങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകണം. ഇന്നത്തെ രീതിയിൽ പിണറായി വിജയന്റെ രീതിയിൽ പോയാൽ ഇടതുപക്ഷ അജണ്ട എന്നുള്ളത് കേരളത്തിൽ അപ്രത്യക്ഷമാകും, ഇനി ഇല്ല. അങ്ങനെ വരുമ്പോൾ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നൊക്കെ സതീശൻ പറയുമ്പോൾ അത്ര ലെഫ്റ്റ് ഒന്നും അല്ലല്ലോ. കാരണം അവർക്ക് ലെഫ്റ്റ് ആവേണ്ട കാര്യമില്ല. ഒരു മൻമോഹൻ സിംഗിന്റെയും പറയുന്നുണ്ട്. അപ്പൊ ഇവരാണ് ആഗോളവൽക്കരണത്തിനെതിരെ, ഉദാരവൽക്കരണത്തിനെതിരെ, കോളനിവൽക്കരണത്തിനെതിരെ, കമ്പോളവൽക്കരണത്തിനെതിരെ എന്നൊക്കെ പ്രത്യയശാസ്ത്ര ചർച്ച നടത്തിയത്. അതൊക്കെ കൊണ്ടുപോയി കടലിലെറിഞ്ഞില്ലേ? അതെല്ലാം കളഞ്ഞില്ലേ? ഫാസിസത്തിനെതിരെ എന്ത് ഫാസിസം? അപ്പോ CPM തിരുത്തേണ്ടത് സംഘടനാപരമായി മാത്രമല്ല, ആശയപരമായുമാണ്. ആശയപരമായും സംഘടനാപരമായും CPMന് തിരുത്താൻ കഴിയുമോ? സത്യസന്ധമായി തിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ CPMന്റെ സ്വാഭാവികമായ പതനമാണ്. അവർക്കിനി തിരിച്ചു വരാൻ പറ്റില്ല, ഒന്നും തിരിച്ചു വരാൻ പറ്റില്ല. സതീശന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് CPMന് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയല്ല കേരളം. അതിനുള്ള ധാർമ്മിക ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കും. ആ ധാർമ്മിക ശേഷി തിരിച്ചു കിട്ടാൻ ഈ പറഞ്ഞ തിരുത്തലുകൾ നടത്തിയാൽ, പക്ഷെ ആര് നടത്തും, എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള ചോദ്യമുണ്ട്. താഴെത്തട്ടിൽ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയാണ് തിരുത്തണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അവരാണ് തിരുത്തേണ്ടതെന്നാണ് പറഞ്ഞപ്പോൾ. ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെ ഏരിയ സെക്രട്ടറി വരെ തിരുത്തിയാൽ മതി, മുകളിലേക്ക് തിരുത്തു വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് നാശത്തിലേക്കുള്ള വഴിയാണ്.